സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മന്ത്രി കെ രാജൻ. ഇതുവരെ 66 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി മന്ത്രി അറിയിച്ചു. 1894 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. മലയോര മേഖലയിലെ രാത്രിയാത്ര നിർബന്ധമായും ഒഴിവാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പ്രളയ സാധ്യത മുന്നറിയിപ്പില്ലെന്നും കെ രാജൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ ശരിയായ വാർത്തകൾ നൽകുമ്പോൾ അതും കളക്ടർമാരും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പോകണം. ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. ഏതാണ്ട് വലിയ നമ്പർ ക്യാമ്പുകൾ ഇപ്പോ നമ്മൾ തയ്യാറാക്കാൻ 6 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ 4000-ലധികം ക്യാമ്പുകൾ അതിന്റെ റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതലക്കാർ, ചെറിയ അംഗനവാടികൾ മുതൽ വലിയ സ്കൂളുകൾ വരെ പ്രദേശങ്ങളുടെ പ്രത്യേകതയനുസരിച്ച് നമ്മൾ തയ്യാറായിട്ടുണ്ട്. ആ വിധത്തിൽ സജ്ജമാണ്. ഇത്തവണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു കണക്ക് അനുസരിച്ച് അപകടകരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, ആ സ്ഥലങ്ങളിലുള്ള പോപ്പുലേഷൻ, വർണബിൾ പ്ലേസസ് മാത്രമല്ല, വർണബിൾ പോപ്പുലേഷൻ നമ്മൾ കരുതിയിട്ടുണ്ട്. ആ വർണബിൾ പോപ്പുലേഷനിലെ ആളുകളെ പരസ്പരം ബന്ധപ്പെടുത്താൻ കഴിയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഉണ്ടാകുന്ന ഒരു പൊതുവായ പ്രശ്നം, നമ്മൾ ചെറിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്ന് കരുതി സുരക്ഷിതമല്ലാത്ത